അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂടാവരുത്, നമ്മൾ കൈ തൊട്ട് നോക്കുമ്പോൾ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുള്ള വെള്ളമാണ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം ഡ്രൈ ഈസ്റ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ 3 മുട്ട പൊട്ടിച്ച് 2 ബൗളിലേക്ക് ഇതാ ഒഴിച്ചിട്ടുണ്ട്. 2 മുട്ടയുടെ മഞ്ഞ ഒരു ബൗളിലേക്ക് ഇതാ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള 2 മുട്ടയുടെ വെള്ളയും 1 മുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അധികം പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പാണ്. 250 ml കപ്പിന് 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. തണുത്ത തൈരൊന്നും എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള തൈര് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് എണ്ണയാണ്. മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് പകരം എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ എടുക്കാം, പാം ഓയിൽ എടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്യാം. ആ തൈരും എണ്ണയുമായിട്ടൊക്കെ ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചായയൊക്കെ കുടിക്കുന്ന കുറച്ച് വലിപ്പമുള്ള ഗ്ലാസ് ഉണ്ടാവുമല്ലോ, ആ ഗ്ലാസ് വലിപ്പത്തിനനുസരിച്ചായിരിക്കണം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കേണ്ടത്. ഇപ്പം 4 കപ്പ് മൈദയും ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. അഥവാ നിങ്ങൾക്ക് മാവ് അധികം അങ്ങ് ലൂസായി പോകാൻ പാടില്ല. അഥവാ ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ 1 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിക്ക് അങ്ങ് കുഴക്കരുത്, ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മാവിൻ്റെ പുറം ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഇനി വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ ഒരു കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അതുപോലത്തെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇതാ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടവലും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റും അതുപോലെ തന്നെ നല്ല ചൂട് സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈസ്റ്റ് ആക്റ്റീവായി പൊങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ പഴകിയ ഈസ്റ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും ഈ ഈസ്റ്റ് പൊങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിലും കുറച്ച് സമയം എടുക്കും ഇത് ഈസ്റ്റ് ആക്റ്റീവായി പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈസ്റ്റ് ആക്റ്റീവായി പൊങ്ങി കിട്ടും. കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക.
സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പം നമ്മൾ സവാള ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റായി. സവാള ഒക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാടൊന്നും വെന്ത് പോയിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. എല്ലില്ലാത്ത ചിക്കനാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ഇടുന്നത് ഒഴിവാക്കുക. ബാക്കിയെല്ലാം അതുപോലെ ഇട്ട് കൊടുത്താൽ മതിയാകും. അതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ അതാ കണ്ടില്ലേ, വെള്ള നിറത്തിൽ ആയി വന്നിട്ടുണ്ട്. ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം. അപ്പോൾ മൂടി വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 കളറുള്ള ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഗ്രീനും റെഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതുവരേക്കും ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ക്യാപ്സിക്കം ഒന്നും വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചതച്ച മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. എരിവില്ലാത്ത മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ലോണം ഡ്രൈ ആയി എല്ലാം വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറായി. നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി എടുത്ത സമയം മാത്രമേ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. നല്ല ഫ്രഷ് ഈസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈസ്റ്റ് ആക്റ്റീവായി ഇതാ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ചൂട് കാലാവസ്ഥയല്ലേ, നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ക്ലിംഗ് റാപ്പ് എടുത്ത് മാറ്റാം. ഇനി ഈ ബൗളിൽ നിന്ന് ഈ മാവ് മാറ്റാം. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറി ഇട്ട് കൊടുക്കാം. ഇനി ബൗളിൽ നിന്നും കൗണ്ടർ ടോപ്പിലേക്ക് ഈ മാവ് വെച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൗണ്ടർ ടോപ്പിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും മൈദ എത്തണം. ഇനി ഉരുട്ടി ഇതുപോലൊന്ന് നീളത്തിൽ റോളാക്കി എടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുക.
രണ്ടും ഒരേ വലുപ്പത്തിൽ അതാ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടായിട്ട് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യാം. വീണ്ടും ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാം. വീണ്ടും ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാം. അപ്പം 8 പീസായിട്ടാണ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു പീസ് എടുക്കാം. ഇതുപോലെ താഴോട്ട് മടക്കി 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 ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ ഇതാ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒട്ടും സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇതാ 8 ഉരുളകളും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുള എടുക്കാം. ബാക്കി ഉരുള മാവ് നമുക്ക് മൂടി വെക്കാം. പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂടി വെക്കുന്നത്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുള പിടിച്ച് വെച്ച മാവ് ഇതാ ഒന്ന് വെച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തും ഇതുപോലെ മൈദ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറിയ രീതിയിൽ പരത്തിയെടുക്കാം. പൂരിയുടെയൊക്കെ വലിപ്പത്തിലുള്ള അത്രയും പരത്തിയെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു രീതിക്ക് പരത്തിയെടുക്കുക. ചെറിയൊരു കറുത്തിൽ വേണം പരത്തിയെടുക്കാൻ. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തിയെടുത്ത മാവ് ഇതാ ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് വെക്കണ്ട, ഒരു 3/4 ഭാഗത്തോളം വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാത്തിലും ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാത്തിലും ഇതാ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഷീറ്റ് നമ്മൾ പരത്തിയെടുത്ത മാവും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഫില്ലിംഗ് ഒന്നും പുറത്തു പോകാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അടിയിലേക്ക് ഈ മാവ് ഞാൻ അകത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ അകത്തേക്ക് അങ്ങ് മാവ് വെച്ച് കൊടുക്കാം. അകത്തേക്ക് മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെല്ലാം ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു 10 മിനിറ്റും കൂടെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ചും കൂടി ഇതൊന്ന് വീർത്ത് വരും. ഇപ്പോൾ ഇത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ അടപ്പോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യരുത്. ചെറിയൊരു ഡിസൈൻ ഇതുപോലെ ഒന്ന് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഡിസൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ മുട്ടയുടെ മഞ്ഞ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പുറത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കോരി ഒഴിക്കരുത്. എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മുട്ടയുടെ മഞ്ഞ എന്താ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തായിട്ട് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. അപ്പം എള്ളുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കാണാൻ ഒരു ഭംഗിയായിരിക്കും. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം. എള്ളുണ്ടെങ്കിൽ എള്ളിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം അതാ കറുത്ത എള്ളും വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക്
180 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിന്റെ പുറമൊക്കെ നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞ് ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല ചൂടാണ്, ഇതിൻ്റെ ചൂടൊന്ന് മാറണം. വീണ്ടും നമുക്ക് ഒരു കോട്ടൺ ടവലുകൊണ്ട് ഒന്ന് മൂടി കൊടുക്കാം. നല്ലതുപോലെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പം നമ്മുടെ പലഹാരത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചൂട് മാറിക്കഴിയുമ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് എടുക്കാം, അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഫില്ലിംഗ് ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് ഇതാ ഇരിപ്പുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നോമ്പ് സമയത്ത് ഹെൽത്തി ആയിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്